ഹായ്, വെൽക്കം ടു വി ലേണിങ്സ്. ഇന്ന് നമ്മൾ 10th ബയോളജിയിലെ ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, എന്താണ് അലീൽസ്? എന്താണ് എന്താണ് അലീൽസ്? നമുക്ക് മെൻഡൽ എന്ത് ചെയ്തെന്ന് അറിയോ? മെൻഡല് ഉയരം നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ, ഓക്കെ, നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, ഓക്കെ, ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, ഓക്കെ, ഇത് നിയന്ത്രിക്കുന്ന കുറച്ച് ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് നിയന്ത്രിക്കുന്ന കുറച്ച് ഘടകങ്ങൾ അല്ലെങ്കിൽ എന്തുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഘടകങ്ങളിനെയൊക്കെ ആൾ എന്ത് ചെയ്തു, ചിഹ്നങ്ങൾ വെച്ച് സൂചിപ്പിച്ചു. ഓക്കെ, എന്ത് വെച്ച് സൂചിപ്പിച്ചു? ചിഹ്നങ്ങളെ വെച്ചിട്ട് സൂചിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, എങ്ങനെയുള്ള ചിഹ്നങ്ങളാണെന്ന് വെച്ചാൽ അക്ഷരങ്ങളുള്ള ചിഹ്നങ്ങളാണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരുപാട് ഉയരം കൂടുതലുള്ളതിന് ഇല്ലെങ്കിൽ ടോൾ ആയിട്ടുള്ളതിന് മൂപ്പര് വിളിച്ച പേരാണ് ടി. ഇതൊരു അലീല്. ഓക്കെ, ഇനിയിപ്പോ ഡ്വാഫ് ആണെങ്കിൽ, ഓക്കെ, അതായത് കുള്ളനാണെങ്കിൽ, ഓക്കെ, ഡ്വാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുള്ളൻ. ഓക്കെ, കുള്ളനാണെങ്കിൽ എന്ത് എന്ന് പറഞ്ഞു, കുള്ളനാണെങ്കിൽ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അലീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെ നമ്മളുടെ മെൻഡൽ വിളിച്ച പേരാണ് എന്ത്, അലീലുകൾ എന്ന്. അതിനാൾ എങ്ങനെയാണ് സൂചിപ്പിച്ചത്? അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് ഉയരക്കൂടുതലുള്ളതിന് അദ്ദേഹം എന്ത് വെച്ച് സൂചിപ്പിച്ചു? ഉയരക്കൂടുതലുള്ളതിനെ അദ്ദേഹം സൂചിപ്പിച്ചത് ടി വെച്ചിട്ടും ഉയരം കുറവുള്ളതിനെ അദ്ദേഹം സൂചിപ്പിച്ചത് ചെറിയ ടിയും വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് അലീൽസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്ക്, നമ്മുടെ ഗാമേറ്റ് ഫോർമേഷൻ, ഇതിൽ എങ്ങനെയാണ് ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, നോക്ക്, ഇവിടെ എങ്ങനെയാണ് ഗാമേറ്റുകൾ ഉണ്ടാവുന്നത്? ഓക്കെ, ഗാമേറ്റ് ഫോർമേഷൻ, ഗാമേറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെ? എങ്ങനെയാണ് ഗാമേറ്റ് ഫോർമേഷൻ ഉണ്ടാവുന്നത്? ഗാമേറ്റിനെ നമ്മള് നോക്ക്, നമ്മൾ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ജനനകോശം. എന്തെന്ന് വിളിക്കും? ജനനകോശം അല്ലെങ്കിൽ പ്രജനനകോശം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നോക്ക്, നമുക്ക് എന്തുണ്ടാവും? ഈ പറയുന്ന ആരുണ്ടാവും? ഉയരം അല്ലെ? ഉയരം എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. ഓക്കെ, ഉയരം എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. ഓക്കെ, അതുപോലെ കുള്ളൻ എന്ന് പറയുന്നത് എന്താണ്? കുള്ളൻ എന്ന് പറയുന്നത് ചെറിയ ടി ആണ്. ഓക്കെ, ഇനി നോക്ക്, മാതൃസസ്യത്തിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയോ? ഇത് രണ്ടെണ്ണമായിട്ട് ഉണ്ടാവും. ഇത് എങ്ങനെ ഉണ്ടാവും? രണ്ടെണ്ണമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ പേരന്റിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പേരന്റ് ഇല്ലെങ്കിൽ മാതൃസസ്യം. ഓക്കെ, മാതൃസസ്യം. ഓക്കെ, നോക്ക്, അതിലെങ്ങനെ ഉണ്ടാവും? അതില് ഇതെല്ലാം രണ്ടെണ്ണമായിട്ടുണ്ടാവും. ഇപ്പൊ ടോൾ പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോൾ പാരന്റ് എന്ന് പറഞ്ഞാൽ ഉയരമുള്ള മാതൃസസ്യം
സസ്യം. ഓക്കെ, മാതൃ സസ്യം. അതുപോലെ എന്ത് പാരന്റ് ആണ്? ഡ്വാഫ് പ്ലാന്റ് പാരന്റ്. ഡ്വാഫ് പാരന്റ്. എന്താണ് ഡ്വാഫ് പാരന്റ് എന്ന് പറഞ്ഞാ? നോക്ക്, ഉയരം കുറവുള്ള അല്ലെങ്കിൽ കുള്ളനായിട്ടുള്ള